ഹലോ എവ്രി വൺ. ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ വെച്ചെന്നുള്ളത് എന്നോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ. ഞങ്ങളുടെ വീട്ടിൽ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, പിന്നെ എന്താ പറയുക ബീഫ് ഫ്രൈ, പിന്നെ മോർണിംഗ് ഞങ്ങൾ ബ്രെഡും സ്റ്റൂ ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും അവരുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് കാണാം എന്തൊക്കെ ഡിഫറെൻറ്റ് ഡിഷസാണ് എല്ലാവരും ഉണ്ടാക്കിയെന്നുള്ളത്. സോ ഫ്രൈഡ് റൈസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്, കുറച്ച് എളുപ്പമാണ്. പിന്നെ ജോക്കുട്ടിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടി ആയതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കിയത്. പിന്നെ എന്തൊക്കെ നോക്കിയാലും നമുക്ക് കുറച്ച് എളുപ്പമുള്ളതായിരിക്കുമല്ലോ എപ്പോഴും നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത്രയാണ് ഞങ്ങളുടെ ഈസ്റ്റർ സ്പെഷ്യൽ എന്ന് പറയുന്നത്. പിന്നെ റെസിപ്പി കാര്യമായിട്ട് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല, കാരണം ഇതിനകത്ത് കുറേ ഇമേജസൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ക്യാമറമാൻ ബിസി ആയി പോയതുകൊണ്ടാണ്. പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ മോർണിംഗ് എന്താ പറയുക പള്ളിയിൽ പോയില്ല, കാരണം തലേ ദിവസം രാത്രിയാണ് പോയത്. അപ്പോൾ 10 മണിക്ക് പോയിട്ട് തിരിച്ചെത്തുമ്പോൾ ഒരു 3 മണി സമയമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും നേരെ കയറി കിടന്നുറങ്ങി, ഒന്നും നോക്കിയില്ല. പിന്നെ എണീറ്റ് ഭയങ്കര ടയർഡും ക്ഷീണമൊക്കെ ആയിരിക്കും എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാര്യമായിട്ട് അന്നത്തെ ദിവസത്തേക്ക് പണിയൊന്നും വെച്ചില്ല. ഓൾമോസ്റ്റ് കുറേ പണികളൊക്കെ തലേന്ന് തന്നെ ചെയ്ത് അടുപ്പിച്ച് വെച്ചു പിറ്റേ ദിവസത്തേക്ക്. അതുപോലെ നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയപ്പോൾ ഓൾമോസ്റ്റ് വെജിറ്റബിൾസ് എല്ലാം തലേ ദിവസമേ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചു. അപ്പോൾ പിറ്റേന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് സോട്ട് ചെയ്ത് ആ സോസും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് പിന്നെ ചോറും. അതുപോലെ തന്നെ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചോറ് എപ്പോഴും ഒരു ടിപ്പാണിത്, തലേ ദിവസമേ വേവിച്ച് സെറ്റാക്കി വെക്കാം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ആറിക്കഴിയുമ്പോൾ. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ റൈസ് ആവശ്യം ഉള്ളത് എപ്പോഴാണോ അതിന് കുറച്ച് മുന്നേ ആയിട്ടൊന്ന് എടുത്ത് പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒട്ടും ഉടഞ്ഞു പോകാതെ നല്ല വിട്ട് നല്ല ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു ടിപ്പാണ്. അറിയാവുന്നവർക്ക് ജസ്റ്റ് ഒരു ഇത്, അല്ലാത്തവർക്കൊരു ടിപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇത് ഭയങ്കര എനിക്കിതുപോലെ ഒരു കുക്കിംഗ് വീഡിയോ നിന്ന് കിട്ടിയൊരു ടിപ്പാണ്. ഞാനപ്പോൾ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ എല്ലാം കൂടി ചേർത്ത് എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചൊരു പെപ്പർ പൗഡറും കൂടെ നമ്മൾ ഇതിൻ്റെ പൊക്കത്ത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സോ മാക്സിമം നമ്മളുടെ പണിയൊക്കെ കുറഞ്ഞുകൊണ്ട് അത്യാവശ്യം നമുക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ലഞ്ച്. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ലഞ്ച് കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈസ്റ്റർ ഡേ ഞങ്ങൾ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ടാറ്റാ ബൈ.